ഇവിടെ പ്രേക്ഷകർ ഈ കൂടരഞ്ഞി കേസ് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കൂടരഞ്ഞി കൊലപാതകത്തിലെ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് കൂടി വന്നിരിക്കുകയാണ്. ഒരാളെ കൂടി കൊന്നുവെന്നാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മൊഴി നൽകിയത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് സുഹൃത്തിനൊപ്പം ചേർന്ന് ഒരാളെ കൊന്നു എന്നാണ് വെളിപ്പെടുത്തൽ. മുഹമ്മദ് അലിയുടെ മൊഴി അനുസരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരാൾ മരിച്ചതായി നടക്കാവ് പോലീസും സ്ഥിരീകരിച്ചു. ആദ്യത്തെ കൊലപാതകം ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയതിന്റെ പ്രതികാരമാണെന്ന് മുഹമ്മദ് അലി പറയുന്നു. ബെൻസൺ ഉണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. ബെൻസൺ, 2 കൊലപാതകങ്ങൾ, അതും 36ഉം 39ഉം വർഷം പഴക്കമുള്ള 2 കൊലപാതകങ്ങളുടെ നടുക്കുന്ന വിവരങ്ങളാണ് മുഹമ്മദ് അലി പോലീസിന് മുമ്പ് വെളിപ്പെടുത്തിയത്. ഈ മരണപ്പെട്ടവർ ആര് എന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും സ്ഥിരീകരണമില്ലെങ്കിലും കൊലപാതകത്തിനുള്ള പ്രകോപന കാരണം മുഹമ്മദ് അലി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, ഈ കേസിന്റെ ആദ്യഘട്ടം മുതലൊന്ന് പരിശോധിക്കണം. എന്നാൽ മാത്രം ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 4-ാം തീയതി വൈകിട്ടാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ മുഹമ്മദ് അലി എത്തുന്നത്. ആളല്പം മദ്യപിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ താൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതായത് കൂടരഞ്ഞിയിലെ കൊലപാതകത്തെ പറ്റിയാണ് അന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഇദ്ദേഹം പറയുന്നത്. താൻ ഇത്തരത്തിൽ കൂടരഞ്ഞിയിൽ ഒരു കൊലപാതകം 1989 നവംബർ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തുന്നത്. പക്ഷേ ഇയാൾ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നതുകൊണ്ട് പോലീസുകാർ പറയുന്നു താങ്കളൊന്ന് വിശ്രമിക്കും, നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ രാവിലെ പിറ്റേ ദിവസം 5-ാം തീയതി ആകുന്നു. അന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മദ്യലഹരി അടങ്ങുന്നു. അപ്പോഴും ഇതേ കാര്യങ്ങൾ ഇയാൾ ആവർത്തിക്കുകയാണ്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ 1986 നവംബർ കാലഘട്ടത്തിൽ ഒരു കൊലപാതകം ഞാൻ നടത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ അന്വേഷണം മുൻപോട്ട് നീങ്ങുന്നതിനിടയിൽ തുടർ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 89ലും കോഴിക്കോട് വെള്ളയിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ 2 കേസുകൾ വരുന്നു. ആ 2 കേസുകളും ഒന്ന് തിരുവമ്പാടി സ്റ്റേഷനിലേക്കും മറ്റൊന്ന് അന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, അന്ന് നടക്കാവ് സ്റ്റേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നടക്കാവ് സ്റ്റേഷനിലേക്കും എന്നിങ്ങനെ 2 ഇടങ്ങളിലേക്കും ഈ കേസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന്റെ അന്വേഷണം നടക്കുന്നു. അതിൽ ഈ കൂടരഞ്ഞിയിൽ നടന്ന കൊലപാതകം അതിന്റെ കാരണമാണ് അദ്ദേഹം മൊഴിയിലൂടെ നൽകിയിട്ടുള്ളത്. അതായത് തന്നെ ലൈംഗിക ചൂഷണത്തിന് ഈ കൊല്ലപ്പെട്ടയാൾ ഈ മുഹമ്മദ് അലിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയിരുന്നു. അതിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഇതിനുശേഷം മറ്റൊരു ദിവസം രാവിലെ ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ടയാൾ തോട്ടിന്റെ കരയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് ഓടിപ്പോകുന്നത്. അത് പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ മരിച്ചു എന്ന് മനസ്സിലാകുന്നത് എന്ന തരത്തിൽ അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ കോഴിക്കോട്ടേക്ക് ഓടിപ്പോയിരുന്നു. കോഴിക്കോടെത്തി ഇവിടെ ഒരു ഹോട്ടലിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ 1986 നിന്ന് 1989 എത്തുന്നു. 89 ഇത്തരത്തിൽ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഇയാളുടെ കയ്യിൽ മുഹമ്മദ് അലിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ഇത് മറ്റൊരാൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ആൾ 2-3 ദിവസത്തിന് ശേഷം ഈ കോഴിക്കോട് വെള്ളയിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളയിൽ ബീച്ചിലാണ്, ഈ വെള്ളയിലിൽ ഉണ്ട് എന്ന് അറിയുന്നു. അങ്ങനെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ, ആ സുഹൃത്തിന്റെ പേര് മുഹമ്മദ് അലി പറയുന്നത് കഞ്ചാവ് ബാബു എന്നാണ്, അത്തരത്തിൽ കഞ്ചാവ് ബാബു എന്നൊരു സുഹൃത്തിന്റെ സഹായത്തോടെ വെള്ളയിലെത്തുന്നു. വെള്ളയിലെത്തി ഇവിടെ ഈ പൈസ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ആളെ കാണുന്നു. അയാളുമായി മൽപ്പിടുത്തം ഉണ്ടാകുന്നു. ഇതിൽ ഈ കഞ്ചാവ് ബാബു ഈ കൊല്ലപ്പെട്ട ആളുടെ മുഖം മണ്ണിൽ പൂഴ്ത്തി പിടിക്കുന്നു. മുഹമ്മദ് അലി ഇയാളുടെ 2 കാലുകളും പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഈ പൈസ എടുത്തുകൊണ്ട് ഇവർ പോകുന്നു. അയാൾ മരിക്കുന്നു. അങ്ങനെ 2ാമത്തെ കൊലപാതകം നടക്കുന്നു എന്നിങ്ങനെയുള്ള മൊഴികളാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്, മുഹമ്മദ് അലി നൽകിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ഏതെങ്കിലും മാനസിക ആസ്വാസ്ഥ്യത്തിന്റെ ഭാഗമായി ഇയാൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളാണോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഈ പരിശോധനയിലെല്ലാം തന്നെ ഇയാൾ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ഇടങ്ങളിലും ഓരോ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കൊല്ലപ്പെട്ട ആളുകൾ ആര് എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. 2 പേരും അജ്ഞാതനാണ്. 2 പേരുടെയും മൃതദേഹം അജ്ഞാത മൃതദേഹം എന്നെഴുതി അത് തുടർ നടപടികൾ സ്വീകരിച്ച് മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 കേസുകളിലും ആരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഏറ്റവും വലിയ സംശയമായി നിലനിൽക്കുന്നത്, ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്നത്. 2 ആളെയും ഈ മരിച്ച 2 പേരെയും കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഈ വെള്ളയിൽ കേസിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഒരു ഓർമ്മയും മുഹമ്മദ് അലിക്കില്ല. എന്നാൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. കൃത്യം സ്പോട്ട്, അപകടം നടന്ന അല്ലെങ്കിൽ കൊലപാതകം നടന്ന കൃത്യം സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദ് അലിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രദേശവാസികളായിട്ടുള്ള 100-ലധികം ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇവർക്കാർക്കും തന്നെ ഈ മരിച്ച ആളുടെ ഐഡന്റിറ്റി എന്ത് എന്ന് വെളിപ്പെടുത്താവുന്ന തരത്തിലുള്ള ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നില്ല. ഇരിട്ടിയിൽ നിന്നും വന്ന ജോലി ചെയ്ത ആളാണ്, കല്ല് പൊട്ടിക്കാനായി എത്തിയ ആളാണ് എന്ന ഒരു വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരിട്ടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. സേതുലക്ഷ്മി. ശരി ബെൻസൺ, ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് അലി എത്തി, വെളിപ്പെടുത്തലൊക്കെ നടത്തി. ഇപ്പോൾ 2 കൊലപാതകത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച്
ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഈ കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു, ചെയ്തയാളുണ്ട്, പക്ഷെ ഇത് ആരാണ് മരണപ്പെട്ടതെന്നോ കാര്യങ്ങളും മാത്രം പോലീസിന്റെ കയ്യിലില്ല. വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. അപ്പോൾ ഈ തെളിവ് ശേഖരണമൊക്കെ പോലീസിനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുന്നതും കുഴക്കുന്നതും ഒക്കെ തന്നെ ആയിരിക്കും.